ഫ്രണ്ട്സ്, IIT പാലക്കാടിൻ്റെ, അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പാലക്കാടിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് പെർമനൻറ്റ് വേക്കൻസിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. എങ്ങനെ അപേക്ഷ നൽകണം, എങ്ങനെയാണ് സെലക്ഷൻ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ വിശദമാക്കുന്ന വീഡിയോ ആണ്. ഇപ്പോൾ റീസെൻ്റായി ചെയ്ത വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ കയറി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ഹൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്, നിങ്ങൾ ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് ഒക്കെ എടുക്കുകയാണെങ്കിൽ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ മെമ്പർഷിപ്പ് എടുക്കാൻ അവിടെ കാണാൻ 35 പരം മുകളിൽ വീഡിയോസ് മെമ്പേഴ്സ് ഓൺലി ചെയ്തിട്ടുണ്ട്. 15+ മെമ്പേഴ്സ് ഓൺലി പോസ്റ്റുകളുണ്ട്. അതായത് എക്സാം അപ്ഡേഷൻ മറ്റ് കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് പോസ്റ്റിംഗ് കാര്യങ്ങളുണ്ടാകും. പിന്നെ നിങ്ങൾക്ക് പ്രയോറിറ്റി റിപ്ലൈ ടു കമൻറ്റ്സ്, അതുപോലെ തന്നെ ലോയൽറ്റി ബാഡ്ജസ്, കസ്റ്റം ഇമോജി, അങ്ങനെ കുറേ ബെനിഫിറ്റ് കാര്യങ്ങളുണ്ട്. അപ്പോൾ കുറേ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ, മെമ്പർഷിപ്പ് എടുത്താൽ. ഇപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, നോട്ടിഫിക്കേഷനിലേക്ക് വരാം. അപ്പോൾ ഇതാണ് നോട്ടിഫിക്കേഷൻ. മാർച്ച് 13 വന്നിരിക്കുന്നത്. 2 നോട്ടിഫിക്കേഷൻ ഉണ്ട്. ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ ഇതാണ്, രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ ഇതാണ്. രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ മാർച്ച് 11 വന്ന നോട്ടിഫിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ പറയാം. അപ്പോൾ അതിലേക്ക് ഓൺലൈനായിട്ടാണ് അപേക്ഷ വിളിച്ചിരിക്കുന്നത്. ഇവിടെ കാണാം പോസ്റ്റ് കോഡ് ജൂനിയർ ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റാണ്. ഗ്രൂപ്പ് C ആണ്. 27 വയസ്സ് വരെ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഏജൊക്കെ കണക്കാക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഏപ്രിൽ 13 ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ്. അപ്പോൾ ക്ലോസിംഗ് ഡേറ്റ് കണക്കാക്കിയാണ് ഏജ് കണക്കാക്കുന്നത്. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ BE അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ 3 ഇയർ ഡ്യൂറേഷനുള്ള എഞ്ചിനീയറിംഗ് ഡിപ്ലോമ നിങ്ങൾക്കുണ്ട്. അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഡിസിപ്ലിൻ ഏതാണെന്ന് വെച്ചാൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ BEയോ BTechോ അല്ലെങ്കിൽ 3 ഇയർ ഡ്യൂറേഷനിൽ ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. 60% മിനിമം മാർക്ക് വേണം. ഇനി ഗ്രേഡ് പോയിന്റ് ആവറേജ് ആണെങ്കിൽ നിങ്ങൾക്ക് 60% ഇക്വലൻ്റ് ആയിട്ടുള്ള CGPA ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഇവിടെ ഈ ഒരു കാറ്റഗറിക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഈ പറയുന്ന ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ. ലെവൽ 3 ആണ്. ഓക്കെ, പിന്നെ ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഇല്ലയെന്ന് വിചാരിക്കുക, അല്ലെ ഡിപ്ലോമ ഇല്ല വിചാരിക്കുക, എങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 10ാം ക്ലാസ് പ്ലസ് 2 ഇയർ ഡ്യൂറേഷനുള്ള ITI കഴിഞ്ഞവരാണെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 60% മാർക്ക് വേണം. മെക്കാനിക്കലുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ITI കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. 2 വർഷം ഡ്യൂറേഷനുള്ള ITI ആയിരിക്കണം. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ചെയ്തായിരിക്കണം. മിനിമം 10ാം ക്ലാസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ITIയിൽ 60% മാർക്ക് വേണം. പിന്നെന്ത് വേണം, 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ITI വെച്ചിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് നിർബന്ധമാണ്. എന്നാൽ ഈ പറയുന്ന മുകളിൽ പറഞ്ഞ BE or BTech അല്ലെങ്കിൽ ഡിപ്ലോമ വെച്ച് അപ്ലൈ ആണെങ്കിൽ ഫ്രഷറിന് അപ്ലൈ ചെയ്യാം. ജനറൽ വേക്കൻസിയാണ്, ഒരു വേക്കൻസിയാണ്, പക്ഷേ ഇത് പെർമനൻറ്റ് വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ ക്വാളിഫിക്കേഷന്, അതുപോലെ തന്നെ നിങ്ങൾ ഫ്രഷറാണോ, എക്സ്പീരിയൻസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഓരോ വീഡിയോയിൽ നിങ്ങൾ കമൻറ്റ്, എത്രത്തോളം നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നു അതിനനുസരിച്ച് നിങ്ങളെ കമൻറ്റ്സ് ഞാൻ റീഡ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അത്തരം വീഡിയോസൊക്കെ വരുന്ന സമയത്ത് ഈവൻ ഒരു വേക്കൻസി ആണെങ്കിലും 10ൽ താഴെ വേക്കൻസി ആണെങ്കിലൊക്കെ നമുക്ക് ചെയ്യാൻ ഉള്ള ഒരു സാധ്യത കൂടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷനെ കുറിച്ചിട്ട് ഇതിനെക്കുറിച്ച് നിരന്തരം കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത രണ്ടാമത്തെ കാറ്റഗറി പോസ്റ്റ് എന്ന് പറയുന്നത് ജൂനിയർ ടെക്നിക്കൽ സൂപ്രണ്ടൻ്റ് എന്ന് പറയുന്ന പോസ്റ്റാണ്. ഗ്രൂപ്പ് B പോസ്റ്റാണ്. 35 വയസ്സിൽ അപ്ലൈ ചെയ്യാം. ഇതിലേക്ക് നിങ്ങൾക്ക് ഒന്നെങ്കിൽ BE അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ MSc, ഈ പറയുന്ന ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ വേണം. അത് നിങ്ങൾക്ക് സ്പെഷ്യലൈസേഷൻ ഈ പറയുന്ന CSC അല്ലെങ്കിൽ ECE അല്ലെങ്കിൽ IT അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ സയൻസുമായി ബന്ധപ്പെട്ടായിരിക്കണം. ഒന്നെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ MCA കഴിഞ്ഞവരാണെങ്കിൽ അവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. 60% മാർക്ക് വേണം. ഓക്കെ, ഈ രണ്ടാമത്തെ കാറ്റഗറിയിലൂടെ പറഞ്ഞിരിക്കുന്ന ഏത് ക്വാളിഫിക്കേഷൻ ആണെങ്കിലും അതിൻ്റെ കൂടെ 2 വർഷത്തെ എക്സ്പീരിയൻസ് നിർബന്ധമാണ്. ലെവൽ 6 ആണ്. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ജനറലാണ് ഒരു വേക്കൻസി. ആർക്ക് വേണമെങ്കിലും ഏത് കാറ്റഗറിക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റും മാർക്ക് ഷീറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തെങ്കിലും അപ്ലോഡ് ചെയ്യൽ നിർബന്ധമാണ്. പിന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് ഡേറ്റ് മാർച്ച് 13 മുതൽ ഓൺലൈൻ അപേക്ഷയുടെ ക്ലോസിംഗ് ഡേറ്റ് ഏപ്രിൽ 13 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ ഇതിലേക്കുള്ള സെലക്ഷൻ എന്ന് പറഞ്ഞാൽ എക്സാം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് മെയിലൊക്കെ വഴി അറിയിക്കും. മെയിൽ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക. പിന്നെ ഇവരുടെ പോർട്ടലും ചെക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ ഇതിലൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ, ടെലിഗ്രാം വാട്സപ്പ് ചാനലൊക്കെ ഉണ്ട്, അതിലൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ മറ്റു അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് അപേക്ഷ ഫീസ് വരുന്നുണ്ട്. 500 രൂപയാണ് അപേക്ഷ ഫീസ് വരുന്നത്. അതുപോലെ തന്നെ SC ST കാൻഡിഡേറ്റ്സിന് ഫീ വേണ്ട. അതുപോലെ തന്നെ PWBD കാൻഡിഡേറ്റ്സ്, ഡിസബിലിറ്റി ഉള്ളവർക്ക് ഫീ വേണ്ട. ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഫീ വേണ്ട. ഫീമെയിൽ കാൻഡിഡേറ്റ്സ് നിങ്ങൾ ഏത് കാറ്റഗറി ആണെങ്കിലും ഫീ വേണ്ട. അപ്പോൾ ആർക്ക് ഫീ മതി എന്ന് വെച്ചാൽ മെയിൽ കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ള ജനറൽ, OBC കാൻഡിഡേറ്റ്സ്, EWS കാൻഡിഡേറ്റ്സിന് മാത്രമാണ് ഫീ വേണ്ടത്. ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഏത് കാറ്റഗറി ആണെങ്കിലും അവർക്ക് ഫീ വേണ്ട. SC STക്ക് വേണ്ട, PWDക്ക് വേണ്ട. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ നോട്ടിഫിക്കേഷനാണത്. ഇതിൽ നിങ്ങൾക്ക് ഇത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് വരുന്നുണ്ട്, ഡെപ്യൂട്ടേഷനും വരുന്നുണ്ട്. ജസ്റ്റ് സൂം ചെയ്യാം. പക്ഷേ ഇതിൽ കുറച്ച് എക്സ്പീരിയൻസ് വേണം.
അതുകൊണ്ടാണ് നമ്മൾ സെക്കൻഡ് എന്നുള്ള ആ ഒരു രീതിയിൽ പറയുന്നത്. നിങ്ങൾ നോക്കുക, എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടെങ്കിൽ ME or MTech സിവിലൊക്കെയാണ്, പക്ഷെ ഇവിടെ 8 years എക്സ്പീരിയൻസ് വേണം. ഓക്കെ, ഇനി BE or BTech ആണെങ്കിൽ നിങ്ങൾക്ക് 10 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് സിവിലിൽ. ഓക്കെ, അപ്പോൾ പിന്നെ വരുന്നത് ഡെപ്യൂട്ടേഷൻ ആണ്. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഡയറക്റ്റ് വേക്കൻസിലേക്ക് നിങ്ങൾക്ക് ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് കംപ്ലീറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഡെപ്യൂട്ടേഷൻ മാത്രമാണ് കേട്ടോ, നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നിലവിൽ വർക്ക് പോസ്റ്റിലിരിക്കുന്നവർക്കാണ്. ഇത് അടുത്തത് ജൂനിയർ ഹിന്ദി. ഇത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഹിന്ദിയാണ്. ഹിന്ദിയിൽ ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കുക. ഇംഗ്ലീഷ് ഒരു കമ്പൽസറി ഓർ ഇലക്ടീവ് സബ്ജക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ മീഡിയം ഓഫ് എക്സാമിനേഷൻ ആയിട്ടോ പഠിച്ചിരിക്കണം. 60% മാർക്ക് വേണം. 3 year ത്രീ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ട്രാൻസ്ലേഷനിലുള്ള ഹിന്ദി ടു ഇംഗ്ലീഷും ഇംഗ്ലീഷ് ടു ഹിന്ദിയിലേക്കൊക്കെ ഉള്ള അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിലേക്കും അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് April 13 തന്നെയാണ് കേട്ടോ, ഓൺലൈനായിട്ടാണ്. അപ്പോൾ അടുത്ത ഘട്ടം നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതിന് അതിനായിട്ട് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് തരും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ IIT പാലക്കാട് അതിലേക്ക് വരും. നമ്മുടെ ഇൻസ്റ്റ അതുപോലെ വാട്സപ്പ് ടെലഗ്രാം ചാനലുകളൊക്കെ ഉണ്ട്, അതിലൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ലഭിക്കും. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാം. അപ്പോൾ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് April 13 മറക്കണ്ട. ഏറ്റവും താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാം. പിന്നെ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പാടെ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ 2 ദിവസം മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഓൺലൈനായിട്ട് UG PG ചെയ്യാനുള്ള ഏതാനും കോഴ്സുകൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും. അതായത് ഓൺലൈനായിട്ട് പറഞ്ഞാൽ കംപ്ലീറ്റ് ഓൺലൈനായിട്ട്. ഓക്കെ, ഇത് ശരിക്കും ഫോറിൻ സ്റ്റുഡൻസ് അല്ലെങ്കിൽ നമുക്ക് ഇന്ത്യക്ക് പുറത്തൊക്കെ ഉള്ള ഉദ്യോഗാർത്ഥികളെയൊക്കെ ആകർഷിക്കുന്നതിന് വേണ്ടി തുടങ്ങിയതാണ്. പക്ഷേ നമുക്കും ചെയ്യാം. അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ചാൽ വീട്ടിലിരുന്നിട്ട് തന്നെ നിങ്ങൾക്ക് പരീക്ഷ എഴുതാന്നുള്ളതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കുറേ ഡൗട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഇതിൻ്റെ ഇന്നത്തെ ഒരു കണ്ടീഷൻ എന്ന് വെച്ചാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റ് കുറച്ച് പ്രശ്നമുണ്ട്, ഡൗൺ ആണ്. അപ്പോൾ അത് വർക്കിംഗ് അല്ല. നാളെയൊക്കെ ആയിട്ട് അത് റെഡിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ നാളെയൊക്കെ ആയിട്ട് ട്രൈ ചെയ്യുക അപ്ലൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അപ്ഡേഷൻ കാര്യങ്ങൾ വീഡിയോ മേ ബി നമ്മൾ ചെയ്യും. ഓക്കെ, അപ്പോൾ നല്ലൊരു സ്കീമാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. കാരണം നമുക്ക് വളരെ കുറഞ്ഞ ഫീല്, നിങ്ങൾക്ക് വേറെ ഒരു ഏജൻസിയിലൊന്നും പോകേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് നിങ്ങൾക്ക് തന്നെ അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യണം, അതിൻ്റെ ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും, എക്സാമും ഉണ്ടാകും, ഓൺലൈനായിട്ട് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയത് ഓൺലൈൻ അപ്ലിക്കേഷൻ്റെ അവിടെ. യെസ്, താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാം. നമ്മുടെ പേജിൽ ഇവിടെ കാണാം ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ്. ഇവിടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റും. അപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഈ അപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ ജസ്റ്റ് കാണിക്കാം. നമ്മളിത് സ്റ്റാഫ് റിക്രൂട്ട്മെൻറ്റ് പോർട്ടൽ, IITയുടെ സ്റ്റാഫ് റിക്രൂട്ട്മെൻറ്റ് പോർട്ടലിലേക്ക് വരും. ഇവിടെ നമുക്ക് കാണാം കറണ്ട് ഓപ്പണിങ്സ് ആണ് ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇനി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നോട്ടിഫിക്കേഷൻ എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് ഇതാ April 13 നമ്മൾ ഫസ്റ്റ് ചെയ്ത നോട്ടിഫിക്കേഷൻ, ദെൻ 11 വന്ന നമ്മൾ സെക്കൻഡ് ചെയ്ത നോട്ടിഫിക്കേഷൻ ഇവിടെ കാണാൻ പറ്റും. കറണ്ട് ഓപ്പണിങ്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ, ഞാൻ ജസ്റ്റ് ഇതൊന്ന് ലോഗ് ഔട്ട് ചെയ്യാൻ, ഇതിൽ ലോഗിൻ ഓൾറെഡി ആണ്. ഓക്കെ, കറണ്ട് ഓപ്പണിങ്സിൽ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിതാ ഈ പറഞ്ഞ വേക്കൻസികളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് നോട്ടിഫിക്കേഷനിൽ വന്ന പോസ്റ്റ് ഇതാണ്, ജൂനിയർ ടെക്നിക്കൽ സൂപ്രണ്ടൻറ്റ് അതുപോലെ ജൂനിയർ ടെക്നീഷ്യൻ. ഓക്കെ, അപ്പോൾ ഇതിലായിരിക്കും നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ, ഞാനിപ്പോൾ ജൂനിയർ ടെക്നീഷ്യനാണ് അപ്ലൈ ചെയ്യുന്നത് വിചാരിക്കാം. ഞാൻ അപ്ലൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അപ്ലൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിതിലേക്ക് ലോഗിൻ ചെയ്യാനുള്ള പേജാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് കണ്ടോ, നമ്മൾ ആദ്യമായിട്ട് വരികയാണല്ലോ. ഞാനിപ്പോൾ ഓൾറെഡി ഇതിൽ രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്, മുൻപ് 2022 രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ലോഗിൻ എനിക്ക് ഓപ്ഷൻ വന്ന് ഇവിടെ മെയിൽ ID കാര്യവും ഒക്കെ വന്നിട്ട് എനിക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ലോഗിൻ ചെയ്യണമെങ്കിൽ മെയിൽ ID പാസ്വേഡൊക്കെ വേണമല്ലോ. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങളുടെ മെയിൽ അഡ്രസ്സ് കൊടുക്കുക. പിന്നെ ഇവിടെ ന്യൂ യൂസർ നെയിം, നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ നെയിം, അതായത് ലോഗിൻ ചെയ്യാൻ വേണ്ട യൂസർ നെയിം നിങ്ങൾ കൊടുക്കുക, ക്യാപ്ച കോഡ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് കൊടുത്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്ത് നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞതാണ്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ അവിടെ ലോഗിൻ എന്നുള്ള ക്ലിക്ക് ചെയ്യണേ. ഇവിടെ ലോഗിൻ എന്നുള്ളത് ഞാൻ ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ കാണാം നിങ്ങൾക്ക് ക്യാപ്ച കാണാം. അവിടെ ഈ ക്യാപ്ച നമ്മളിവിടെ അടിച്ചു കൊടുക്കാം. 1 + 10 11. മാത്ത് ക്വസ്റ്റ്യൻ ഉണ്ടാകുക, ലോഗിൻ എന്ന് കൊടുക്കുക. അപ്പോൾ എൻ്റെ മെയിൽ ID പാസ്വേഡും ഞാൻ കൊടുത്താണ്. അപ്പോൾ കണ്ടോ ഇവിടെ മൈ സബ്മിറ്റഡ് ആപ്ലിക്കേഷൻ. ഇതിപ്പോൾ ഞാൻ 2022 ഒരു അപേക്ഷ സബ്മിറ്റ് ചെയ്തതാണ്, ജൂനിയർ ടെക്നീഷ്യൻ ഫിസിക്സ് ആയിട്ട്. അപ്പോൾ അതിൻ്റെതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ ഫ്രഷ് ആണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും. നിങ്ങൾക്കത് പ്രിവ്യൂ ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ലോഗിൻ ആയി കഴിഞ്ഞാൽ വീണ്ടും കറണ്ട് ഓപ്പണിങ്ങിൽ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, കറണ്ട് ഓപ്പണിങ്ങിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ജൂനിയർ ടെക്നീഷ്യൻ എന്നുള്ളതിൽ നേരെ അവിടെ പോവുക, അപ്ലൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക.
അങ്ങനെ അപ്ലൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പേരും മറ്റ് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാനുള്ള എല്ലാ കോളംസും കാര്യങ്ങളും വരും. പിന്നെ പാസ്വേഡ്സ്, ഫോട്ടോഗ്രാഫ് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ എന്തൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ അപ്ലോഡ് റിക്വയർമെൻറ്റിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അതൊക്കെ ക്ലിക്ക് ചെയ്ത് പ്രോപ്പറായിട്ട് അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് സേവ് ഡ്രാഫ്റ്റ് അടിച്ചാൽ പിന്നെ അവിടെ സേവ് ആവും. ഇത് നെക്സ്റ്റ് അടിച്ചിട്ട് ബാക്കി അടുത്ത പേജിൽ പോയി ഓരോന്നും കംപ്ലീറ്റ് ചെയ്ത് അങ്ങനെ പോകണം. ഇതാണ് ചെയ്യേണ്ടത്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടോ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ വാട്സപ്പ് എന്തെങ്കിലും നമ്പറിലോ കോൺടാക്ട് ചെയ്യാം. ഇനി ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു രീതിയിൽ, ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ നമ്മൾ ഡയറക്റ്റ് ഞാനിപ്പോൾ ഇതിൽ ലോഗ് ഔട്ട് ആക്കി. ഓക്കെ, ഇപ്പോൾ ഡയറക്റ്റ് ഇവിടെ കറണ്ട് ഓപ്പണിങ്സ് ഒന്നും എടുക്കാതെ നിങ്ങൾക്ക് ഡയറക്റ്റ് അതിൽ സൈനിങ് ഓപ്ഷൻ ഉണ്ട് റൈറ്റ് കോർണറിൽ, അവിടെ സൈൻ ചെയ്യാം. ഇവിടെ ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഓക്കെ, നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഹൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് വീഡിയോയുടെ താഴെ കമൻറ്റിൻ്റെ ആ ഭാഗത്തുണ്ടാവും. ജസ്റ്റ് നിങ്ങൾ ഹൈപ്പ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.